നമസ്കാരം. അഴിമതി ചെയ്യാത്ത മനുഷ്യരോടുള്ള പിണറായിയുടെ പക ചരിത്ര പ്രസിദ്ധമാണ്. സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ അദ്ദേഹത്തിന് കണ്ടുകൂടാ. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർക്കും അദ്ദേഹത്തിൻ്റെ ചാർച്ചക്കാർക്കും നേട്ടമുണ്ടാകാൻ വേണ്ടി ഫയൽ നീക്കുന്നവരെ മാത്രമേ അദ്ദേഹം ആദരിക്കൂ. അഴിമതിയും സ്വജനപക്ഷപാതവും നിയമപരമായി ചെയ്യാൻ പരിശീലനം സിദ്ധിച്ചവരെയാണ് അദ്ദേഹം തൻ്റെ വിശ്വസ്തരായി കൂടെ കൂട്ടുന്നത്. ഡോക്ടർ KM എബ്രഹാമും ഡോക്ടർ ജയതിലകുമൊക്കെ പിണറായിയുടെ വിശ്വസ്തരായി മാറുന്നത് അതുകൊണ്ടാണ്. അഴിമതി നടത്താനുള്ള ആഗ്രഹവും വിരുദും കൗശലവും മാത്രം പോരാ, നല്ല മനുഷ്യരെ പുകച്ചു പുറത്തു ചാടിക്കാൻ പാരവയ്ക്കാനുള്ള മികവും പിണറായി ക്രോണികൾക്ക് അത്യാവശ്യമാണ്. ഇവരുടെ സഹായത്തോടെയാണ് പിണറായി നല്ല ഉദ്യോഗസ്ഥരെ പാഠം പഠിപ്പിക്കുന്നത്. പിണറായിയുടെ അഴിമതി റാക്കറ്റിന് പുറത്തു വന്ന 2 IAS ഉദ്യോഗസ്ഥരാണ് N പ്രശാന്തും B അശോകും. രണ്ടുപേരും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് മാധ്യമങ്ങൾക്ക് അഭിമുഖം കൊടുത്തു, ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തു. കൃത്യമായ ലക്ഷ്യത്തോടുകൂടി പിണറായിയുടെ ദുർഭരണം ഇനി സംഭവിക്കാൻ പാടില്ല. പ്രശാന്ത് 1.5 വർഷത്തിലധികമായി സസ്പെൻഷനിലാണ്. അശോകന് സസ്പെൻഷൻ ഉണ്ടായിരുന്നില്ലെങ്കിലും അധികാര കേന്ദ്രങ്ങൾക്ക് പുറത്തായിരുന്നു. സർവീസിൽ തുടർന്നിട്ടും ഇവർ രണ്ടുപേരും പിണറായിയുടെ ദുർഭരണം അവസാനിപ്പിക്കാൻ അവരാൽ കഴിയുന്ന പണിയെടുത്തു. തെരഞ്ഞെടുപ്പിന് ശേഷം പെരുമാറ്റച്ചട്ടം നിലനിൽക്കവേ അശോകിനെ കൂടി സസ്പെൻഡ് ചെയ്ത് പിണറായി തന്റെ പക തെളിയിച്ചു. പക്ഷെ അവിടെയും പിണറായിക്ക് പാളി. അതുവരെ അച്ചടക്കത്തിന്റെ മതിൽക്കെട്ടിനുള്ളിൽ നിന്നുകൊണ്ട് പ്രതികരിച്ചിരുന്ന B അശോക് അതിശക്തമായ പ്രതികരണവുമായി രംഗത്ത് വരുന്നു. പിണറായിയുടെ കാലത്തെ അഴിമതിയെക്കുറിച്ചും പിണറായിയുടെ ധാർഷ്ട്യത്തെക്കുറിച്ചും ജനാധിപത്യ വിരുദ്ധ പ്രവൃത്തിയെക്കുറിച്ചും പൊട്ടിത്തെറിച്ചുകൊണ്ട് പ്രതികരിക്കുന്നു. അതിനിടയിലാണ് പിണറായിയുടെ 8ാമത്തെ പുരസ്കാരം ഇന്ന് N പ്രശാന്ത് ഏറ്റുവാങ്ങുന്നത്. 2024 നവംബർ മാസമാണ് N പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്യുന്നത്. അഴിമതിക്കാരനായ ചീഫ് സെക്രട്ടറിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചതിനായിരുന്നു ആദ്യ നടപടി. പിന്നീട് ഇങ്ങോട്ട് കോടതി വിധി സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തതിന്റെ പേരിൽ പോലും അച്ചടക്ക നടപടി ഉണ്ടായി. N പ്രശാന്തിനെതിരെയുള്ള 8ാമത്തെ അച്ചടക്ക നടപടി ഇന്ന് സംഭവിച്ചിരിക്കുന്നുവെന്ന് പ്രശാന്ത് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. മാധ്യമങ്ങളോട് സംസാരിച്ചു എന്നാരോപിച്ചുകൊണ്ടാണ് 8ാമത്തെ അച്ചടക്ക നടപടി ഇന്ന് നിലവിൽ വന്നത്. അഴിമതിരഹിതനായ ചട്ടങ്ങൾക്കുള്ളിൽ തന്നെ ജീവിക്കുന്ന N പ്രശാന്തിനെതിരെ ഇതിനു മുമ്പെടുത്ത 7 അച്ചടക്ക നടപടികളും ഇത് തന്നെയായിരുന്നു. മാധ്യമങ്ങളോട് സംസാരിക്കാൻ പാടില്ല, സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കാൻ പാടില്ല. എന്നാൽ ഈ ഇണ്ടാസിന് പുല്ലുവില കൊടുത്ത് അഴിമതിക്കെതിരെ പ്രശാന്ത് പോരാട്ടം തുടർന്നു. പ്രത്യേകിച്ച് അഴിമതിക്ക് കുടപിടിക്കുന്ന, നിയമങ്ങൾ ലംഘിക്കുന്ന ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലകിനെതിരെ ആഞ്ഞടിച്ചു. തെരഞ്ഞെടുപ്പ് സമയത്ത് മറുനാടനടക്കമുള്ള ചാനലുകൾക്ക് പ്രശാന്ത് അഭിമുഖം നൽകി. പ്രശാന്തിന്റെ അഭിമുഖങ്ങൾ ഒട്ടുമിക്ക ചാനലുകളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഈ ദിവസങ്ങളിൽ വന്നു. മാത്രമല്ല പ്രശാന്ത് തന്നെ തന്റെ പോഡ്കാസ്റ്റിൽ B അശോകിനെ ഇന്റർവ്യൂ ചെയ്ത് രണ്ടുപേരും ചേർന്ന് ഭരണ സുതാര്യതയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. മറുനാടനോട് സംസാരിച്ചു എന്നതുൾപ്പെടെ മാധ്യമങ്ങളോട് സംസാരിച്ചു എന്ന കുറ്റപത്രവുമായി പ്രശാന്തിന് നോട്ടീസ് കൊടുത്തിരിക്കുന്നു, അച്ചടക്ക നടപടി എടുത്തിരിക്കുന്നു. സർവീസ് റൂൾസ് ലംഘിച്ച് മാധ്യമങ്ങളോട് സംസാരിച്ചിരിക്കുന്നു എന്ന് വരുത്തി തീർത്ത് പ്രശാന്തിനെയും അശോകനെയും സർവീസിൽ നിന്ന് തന്നെ നീക്കം ചെയ്യുകയാണ് പിണറായി സർക്കാരിന്റെ ഉദ്ദേശം. ഓർക്കണം, പ്രശാന്തിനെതിരെ നടപടിയെടുത്തിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരാൻ മണിക്കൂറുകൾ ബാക്കിയുള്ളപ്പോഴാണ്. നാളത്തെ പ്രഭാതം വിടരുമ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്നത് പിണറായിസ്റ്റ് സർക്കാരിന്റെ ദുർഭരണം അവസാനിച്ചുവെന്നാണ്. പിന്നീട് അധികാരമേൽക്കാൻ പോകുന്ന സർക്കാർ എന്താണോ നയമെടുക്കുന്നത് ആ നയം തുടരേണ്ട ആളാണ് ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലക് പോലും. എന്ന് വെച്ചാൽ പ്രശാന്തിനെയും അശോകിനെയും സർവീസിൽ തിരിച്ചെടുക്കാനാണ് പുതിയ മുഖ്യമന്ത്രി തീരുമാനിക്കുന്നതെങ്കിൽ അതിന് ഒപ്പുവെക്കേണ്ട ഉത്തരവാദിത്വമുള്ള ഉദ്യോഗസ്ഥനാണ് ഡോക്ടർ ജയതിലക്. എന്നിട്ടും ജയതിലക് ധൃതി വെച്ച് പ്രശാന്തിന്റെ മേൽ അടുത്ത അച്ചടക്ക നടപടി കൂടി എടുത്തിരിക്കുന്നത് കൃത്യമായ ഉദ്ദേശത്തോടെയാണ്. പ്രശാന്തിനെയും അശോകിനെയും സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയാൽ അവരുടെ അച്ചടക്ക നടപടികൾ തുടരുന്നത് കൊണ്ട് പുതിയ സർക്കാർ അധികാരത്തിൽ വന്നാൽ അവരെ പ്രധാനപ്പെട്ട തസ്തികയിൽ നിയമിക്കാതിരിക്കും എന്ന പ്രതീക്ഷയാണ്. സസ്പെൻഷനിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ ഏതെങ്കിലും ഒരു തസ്തികയിൽ നിയമിക്കണമെങ്കിൽ ആദ്യം അവരുടെ മേലുള്ള അച്ചടക്ക നടപടി പിൻവലിക്കണം. ഒരാളുടെ സസ്പെൻഷൻ പിൻവലിക്കണമെങ്കിൽ അതിന് ചില നടപടിക്രമങ്ങളുണ്ട്. അങ്ങനെ നിർണായകമായ പദവികളിൽ ഇവർ എത്താതിരിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അശോകന് ഒരു സസ്പെൻഷനും ഒരു അച്ചടക്ക നടപടിയുമേ ഉള്ളെങ്കിൽ പ്രശാന്തിന് 8 അച്ചടക്ക നടപടികളാണ്. 8 അച്ചടക്ക നടപടികളുടെയും നടപടിക്രമങ്ങൾ പൂർത്തിയായി പ്രശാന്തിനെ തിരിച്ചെടുക്കാൻ
ഇനിയും സമയം വേണ്ടിവരും എന്നാണ് ഉദ്യോഗസ്ഥ ലോബിയുടെ കണക്കുകൂട്ടൽ. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ സംസ്ഥാന സർക്കാരുകൾക്ക് അച്ചടക്ക നടപടി എടുക്കാമെങ്കിലും 6 മാസത്തിലധികം ആ അച്ചടക്ക നടപടി തുടരണമെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ അനുമതി വേണം. കേന്ദ്ര സർക്കാരിന്റെ അനുമതിക്ക് അപേക്ഷിക്കുമ്പോൾ ഇയാൾ ഒരു കുഴപ്പക്കാരനാണ് എന്ന് വരുത്തി തീർക്കാനാണ് കൂടുതൽ അച്ചടക്ക നടപടികൾ എടുക്കുന്നത്. സസ്പെൻഷൻ റിവ്യൂ കമ്മിറ്റിയുണ്ട്. ചീഫ് സെക്രട്ടറിയും 2 അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരും ചേർന്ന സസ്പെൻഷൻ റിവ്യൂ കമ്മിറ്റി. ഈ റിവ്യൂ കമ്മിറ്റി ഇവരുടെ അച്ചടക്ക നടപടികൾ പുനഃപരിശോധിച്ച് റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് കൊടുക്കും. കേന്ദ്രത്തിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് എന്താണ് ഇവിടുത്തെ രാഷ്ട്രീയമെന്ന് അവർക്കറിയില്ല. അവരതേക്കുറിച്ച് ആലോചിക്കാറില്ല. ഇതിന് പിന്നാലെ പ്രശാന്തോ അശോകോ പോവാറുമില്ല. അവർ നോക്കുമ്പോൾ ഒരു ഉദ്യോഗസ്ഥന്റെ മേൽ 8 അച്ചടക്ക നടപടിയുടെ മേൽ അന്വേഷണം നടക്കുമ്പോൾ സ്വാഭാവികമായും അവർ കേന്ദ്ര ചട്ടം അനുസരിച്ച് അനുമതി കൊടുക്കും. ഈ ഒരു തന്ത്രത്തിന്റെ പുറത്താണ് പ്രശാന്തിനെ കൂടെ അച്ചടക്ക നടപടിയെടുത്ത് അകറ്റി നിർത്തുന്നത്. എന്നാൽ പ്രശാന്തും അശോകും ഇതിനെ ഒരു അംഗീകാരമായി കരുതുന്നു. പിണറായി വിജയന്റെ കാലത്ത് പുരസ്കാരം ലഭിച്ചാൽ, പ്രൊമോഷൻ ലഭിച്ചാൽ അത് അപമാനമാണെന്നും അഴിമതി നടത്തുന്നതിന്റെ പ്രതിഫലമാണെന്നും ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നും പിണറായിയുടെ കാലത്ത് സസ്പെൻഷൻ കിട്ടുന്നതാണ് ഉചിതമായ അവാർഡെന്നും വിശ്വസിക്കുകയാണ് ഇരുവരും. സസ്പെൻഷൻ പീരീഡിൽ ഇവർക്ക് ശമ്പളത്തിന്റെ പകുതി ലഭിക്കേണ്ടതുണ്ട്. ആ പകുതി കൊണ്ട് ഇവരുടെ ചെലവ് അവർക്ക് നടത്താൻ കഴിയും. ഇവരുടെ ഭാര്യമാർക്ക് ജോലി കൂടി ഉള്ളതുകൊണ്ട് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവില്ല. മാത്രമല്ല രണ്ടുപേരുടെയും സാമ്പത്തിക സാഹചര്യം മെച്ചപ്പെട്ടത് തന്നെയാണ്. ബാക്കി കുടിശ്ശികയായി കിടക്കുന്ന ശമ്പളം എന്നാണോ അച്ചടക്ക നടപടി പൂർത്തിയാവുന്നത് അന്ന് ഇവർക്ക് കിട്ടും. ഇതൊരു നിക്ഷേപമായി മാറും. എന്ന് മാത്രമല്ല ഈ സമയത്ത് ഇവർക്ക് ജനാധിപത്യത്തിന് വേണ്ടി, സുതാര്യതയ്ക്ക് വേണ്ടി പ്രയത്നിക്കാം. പ്രശാന്ത് ഈ കാലഘട്ടത്തിലാണ് പിണറായി സർക്കാരിന്റെ വൃത്തികേടുകളെ കുറിച്ച് വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ ശേഖരിച്ചതും അത് പുസ്തകമാക്കിയതും സർക്കാരിന്റെ സുതാര്യതയില്ലായ്മയ്ക്കെതിരെ പൊട്ടിത്തെറിച്ചതും. അശോക് പറയുന്നത് ഞാനിങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കും. ഈ സർക്കാരിന്റെ തോന്നിയാസങ്ങൾ, ജനാധിപത്യ ധ്വംസനങ്ങൾ അത് ലോകത്തിന് മുൻപിൽ എത്തിക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ ഇരുവരും ഈ അച്ചടക്ക നടപടിയെ ട്രോഫിയായി കരുതുന്നു. പിണറായി വിജയനിൽ നിന്നും 8ാമത്തെ ട്രോഫി കിട്ടിയ ആവേശത്തിലാണ് ഇപ്പോൾ എൻ പ്രശാന്ത്. ഞാൻ ചിന്തിക്കുന്നത് അതല്ല. ഇനി അഥവാ ഭൂരിപക്ഷം നേടി പിണറായി അധികാരത്തിൽ വന്നാൽ ഇവരുടെ അവസ്ഥ എന്തായിരിക്കും? ഇവർക്ക് തെരുവിലിറങ്ങി നടക്കാൻ പോലും കഴിയാത്ത സാഹചര്യം ഉണ്ടാവും. സസ്പെൻഡ് ചെയ്യുകയും ഡിസ്മസ് ചെയ്യുകയും മാത്രമല്ല, ഇവർക്ക് TPയുടെ അനുഭവവും ഉണ്ടാവാതിരിക്കില്ല. ഇനി പോട്ടെ, UDF അധികാരത്തിൽ വന്നാലും ഇവരോട് എന്തായിരിക്കും സമീപനം എന്ന് കണ്ടറിയണം. അടിസ്ഥാനപരമായി സർക്കാർ ഉദ്യോഗസ്ഥന്മാർ തങ്ങളുടെ കീഴിൽ നിൽക്കണം, തങ്ങളുടെ അഴിമതിക്ക് കൂടപിടിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാ രാഷ്ട്രീയക്കാരും. അഴിമതിക്കെതിരെ ഇങ്ങനെ പൊട്ടിത്തെറിച്ചാൽ, ഇങ്ങനെ ബഹളം വെച്ചാൽ അവരെ സൂക്ഷിക്കണമെന്ന മുൻവിധി പുതിയ സർക്കാരിനും ഉണ്ടാവുമോ എന്ന ആശങ്ക ഇല്ലാതില്ല. ജേക്കബ് തോമസിന്റെ കാര്യം മാത്രം ഓർക്കുക. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആ സർക്കാരിനെതിരെ കടുത്ത നിലപാടെടുത്ത് പിണറായിയുടെ വിശ്വസ്തനായി മാറിയ ആളായിരുന്നു ജേക്കബ് തോമസ്. എന്നാൽ പിണറായി അധികാരത്തിൽ വന്നതോടെ സ്വഭാവം മാറി. CPMന്റെ അഴിമതിക്കെതിരെ നിലപാടെടുത്തതോടെ ജേക്കബ് തോമസ് പുറത്തായി. ഇന്നും തനിക്കുള്ള പെൻഷൻ പോലും കൈപ്പറ്റാൻ കഴിയാതെ ജേക്കബ് തോമസ് മുമ്പോട്ട് പോവുകയാണ്. അത്തരം അനുഭവം പ്രശാന്തിനും അശോകനും ഉണ്ടാവാതിരിക്കാൻ നന്മ ആഗ്രഹിക്കുന്ന ഈ സമൂഹം സർവശക്തനായ ദൈവത്തോട് ആഴത്തിൽ പ്രാർത്ഥിക്കുക.